ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് നല്ല തിരക്കാണ് ഇവിടെ. നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ കാരണം മക്കൾക്ക് എല്ലാവർക്കും ഒന്ന് ടെസ്റ്റുകൾ ബുക്കുകൾ വാങ്ങിക്കണം, ബാഗ് വാങ്ങിക്കണം, ഓഫറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. എന്നാൽ നല്ല തിരക്കാണ് കേട്ടോ. പാർക്കിങ്ങിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അകത്ത് ഇഷ്ടം നല്ല മാക്സിമം ആൾക്കാരുണ്ട്. കണ്ടോ? അതെ, മാക്സിമം ആൾക്കാരൊക്കെ ഉണ്ട്. കണ്ടോ? അകത്തുള്ള വ്യൂ ആണ് ഗൈസ്. ലുലു മാളിൽ നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാഗ് അങ്ങനെ കുറേ ബോക്സ് അങ്ങനെ കുറേ ഐറ്റങ്ങളൊക്കെ നല്ല ഇതുണ്ടായിരുന്നു. വില കുറവായിട്ട് കിട്ടി. അതെ, അങ്ങനെ ഞങ്ങൾ ഇന്ന് ഈ പ്രാവശ്യം ലുലു മാളിൽ വന്നത് വേറെ പ്രത്യേക സാഹചര്യമുണ്ട്. കാരണം ഞങ്ങൾ മാക്സിമം വരുന്ന എല്ലാം 4 പേരാണ് വരുന്നത്. എൻ്റെ ഇളയ മോൻ വന്നിട്ടില്ല. അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. കാരണം ഈ സ്കൂളിൻ്റെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ സമയമായപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അവരുടെ ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പോയി. എന്നാൽ ഇളയ മോൻ ഇന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളിന്ന് ഒരിടം പോകുന്നില്ല, എല്ലാ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് ആൾറെഡി പറഞ്ഞായിരുന്നു. പക്ഷേ മോൻ പോയതിന് ശേഷം ഞങ്ങൾ തീരുമാനിച്ചു. അനിയൻ എന്നെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ ഇന്ന് എന്തെങ്കിലും ഏർപ്പാടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇന്നൊരു പ്രത്യേകിച്ച് ഏർപ്പാടില്ല, ഇളയ മോയതിലാണ് വിഷയം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ ചേട്ടൻ നമുക്കിന്ന് ലുലു മാളിലോട്ട് പോയാലോ, മക്കൾക്ക് ബാഗും ടെസ്റ്റുകളൊക്കെ വാങ്ങിക്കരുത്, പോയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഓക്കെ പോവാം. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഒരു ഫാമിലി ആയിട്ട് അതുകൂടാതെ എൻ്റെ അമ്മയുണ്ട്, അനിയത്തിൻ്റെ 2 മക്കളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് ഞങ്ങൾ നേരെ അടിച്ച് പൊളിച്ചതായി ഇവിടെ വന്നു. ഇപ്പോൾ ട്രെയിനിൽ കണ്ടോ, ഈ ട്രെയിനിൽ വെച്ചിട്ടാണ് ഈ ബുക്ക്, ടെസ്റ്റുകൾ, സ്കെച്ച് പേന, എല്ലാ ഐറ്റങ്ങളും, ബാഗ് ഐറ്റങ്ങളെല്ലാം ഉണ്ട്. ആൾറെഡി നാട്ടുപ്രദേശത്ത് കണക്കാക്കി നോക്കുമ്പോൾ നല്ല ലാഭമുണ്ട്. മാക്സിമം പർച്ചേസിങ് നമുക്ക് മക്കൾ വലുതാണല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് മക്കൾക്ക് ഈ ചെറിയ ഐറ്റങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ അനിയൻ്റെ മക്കൾക്ക് ചെറുതാ 4ാം സ്റ്റാൻഡേർഡ് 3ാം സ്റ്റാൻഡേർഡൊക്കെയാണ്. അപ്പോൾ അവർക്ക് എന്തായാലും അത്യാവശ്യം ബാഗ്, സ്കെച്ച് പേന, പെൻസിൽ എല്ലാം ആവശ്യമാണ്. അപ്പോൾ ടിഫിൻ ബോക്സ് ഇതൊക്കെ ആവശ്യമാണ്, നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടിട്ട് ഞങ്ങൾ പർച്ചേസിങ് ആൾറെഡി നമ്മൾ അവിടെ സ്റ്റോപ്പ് ഇട്ടു. അപ്പോൾ അവർ പർച്ചേസിങ് നടത്തി. അതിന് ശേഷമായിട്ട് വീണ്ടും ഞങ്ങൾ നമ്മളെ ലുലു മാളിൻ്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. അനിയൻ ആപ്പിൾ എടുത്തു, അതുപോലെ തന്നെ ഞങ്ങളും ആപ്പിൾ മേടിച്ചു. ആപ്പിൾ ഓക്കെ, കാരണം മാക്സിമം നല്ല വ്യൂ ആണ് കേട്ടോ. കാരണം ആൾക്കാർ നല്ല തിരക്കുണ്ട്. വൈഫ് ആപ്പിൾ നുള്ളി പറക്കുകയാണ്. മാങ്ങ ആൾറെഡി അമ്മേനവിടെ ഉണ്ട് എങ്കിൽ പോലും മാങ്ങ കണ്ടപ്പം പുള്ളിക്കാരിക്ക് മാങ്ങ വേണമെന്നുള്ളൊരു പ്രത്യേക ഇതാണ്. അങ്ങനെ പുള്ളിക്കാരി മാങ്ങ പർച്ചേസിങ് കഴിഞ്ഞു. ഡ്രാഗൺ ഫ്രൂട്ട് അതും വേണമെന്ന് പറഞ്ഞു. ഓക്കെ വാങ്ങിച്ചു. അതുമായിട്ട് ആപ്പിൾ വേണമെന്ന് പറഞ്ഞു. ഓക്കെ വാങ്ങിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് പർച്ചേസിങ് കഴിഞ്ഞു. അപ്പോൾ അനിയത്തിൻ്റെ മക്കളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് തന്നെ ഫുഡ് വാങ്ങിച്ചു. അനിയൻ ബിരിയാണി മേടിച്ചു, ഞാൻ സബായി ചിക്കൻ മേടിച്ചു. ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് അടിപൊളിയായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിത് മക്കളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർക്കിലേക്ക് കയറി. അങ്ങനെ മാക്സിമം മക്കളെ കുറേ ഞങ്ങൾ വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ വീഡിയോടൊപ്പം തന്നെ ഞങ്ങൾ ലൈവ് ചെയ്തു. അപ്പോൾ ആ ലൈവ് ചെയ്ത സമയത്ത് നമുക്ക് ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. അതിന് വളരെ ഒരു സന്തോഷമുള്ളതാണ്. കാരണം മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്തു. നമുക്ക് 2-3 സബ്സ്ക്രൈബ് കിട്ടി. അപ്പോൾ അത് നമുക്കൊരു ഹാപ്പിയാണ്, അത് നല്ല സന്തോഷമാണ്. നമ്മുടെ ലൈവിനോട് എല്ലാവരും മാക്സിമം ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം ആൾക്കാർ ലൈവിൽ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ് മക്കളെ വീണ്ടും ആ പാർക്കിലേക്ക് ഞങ്ങൾ മക്കളെ കളിക്കാനുള്ള ഒരു സജ്ജീകരണം ചെയ്തു കൊടുത്തു. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അനിയൻ്റെ മക്കൾ അവരിത് വീണ്ടും കാർ റേസിങ്ങിന് കയറി. കാർ റേസിങ് കഴിഞ്ഞിട്ട് അടുത്ത് വേറെ നമ്മൾ അമ്മ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കണ്ടോ, അനിയത്തിൻ്റെ മോളും അനിയൻ്റെ മക്കളും മോനും എല്ലാവരും കൂടെ അവരിതാ വണ്ടിയിൽ കയറി റേസിങ്ങിന് വേണ്ടിയിട്ട്. അതെ, ഓട്ടിക്കാൻ അറിയില്ല, കാരണം 2 പേർക്കും അറിയില്ല. ഇങ്ങനെയൊക്കെ ഓടിച്ച് എവിടെയൊക്കെ എത്തിക്കുമെന്ന് നമുക്ക് നോക്കാം.
കാലൊക്കെ അതാ കൊടുത്തു നോക്കുന്നു. ആ വണ്ടി ചെറുതായിട്ട് അനങ്ങിയെന്ന് തോന്നുന്നു. അനങ്ങിയിട്ടില്ല. ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം സ്റ്റാർട്ടിങ് ആവും. ഓക്കെ. സ്റ്റാർട്ടായി. വണ്ടി അനങ്ങി, ഓട്ടിച്ചു. ലൈറ്റൊക്കെ കത്തിച്ച് അടിച്ച് പൊളിച്ച് പോവുകയാണ്. എവിടെയൊക്കെ ഇപ്പോൾ ഇടിച്ച് നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. മാക്സിമം ഓടിച്ച് നോക്കുന്നു. അവിടെ നിന്ന് കറങ്ങിയാണ്, പോകുന്നില്ല. അന്നയും അനോയും മാത്രം നിന്ന് കറങ്ങി നിൽക്കണല്ലാതെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് പോകുന്നില്ല. അന്നയ്ക്ക് ഓടിക്കാറുണ്ടെന്നാണ്. അതാ ഏതെങ്കിലും വണ്ടി കൊണ്ട് ചിടിച്ചു കൊടുക്കുമെന്നുള്ള ഒരു അഫയും അല്ലു നന്നായിട്ട് ഓടിക്കണം കേട്ടോ. അഫയും അല്ലു നല്ലതായിട്ട് മാക്സിമം നല്ലതായിട്ട് ഓടിക്കുന്നുണ്ട്. അന്ന അവിടെ നിന്ന് തന്നെ കറങ്ങുന്നു. കറങ്ങാൻ മാത്രമേ അറിയാവൂന്ന് തോന്നുന്നു. അതാ പാവത്തിന് ഇടിച്ചെങ്കിലും കൊണ്ടുവന്ന് കുറച്ചുകൂരൊക്കെ എത്തിച്ചെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ നിൽക്കുന്ന സ്ഥലത്ത് സ്പോട്ടിൽ നിന്ന് തന്നെ കറങ്ങുന്നു. എന്താ ചെയ്യുക, കറങ്ങുന്ന യന്ത്രം പോകുന്നില്ല. വണ്ടി പോകുന്നില്ല. ആൾറെഡി അവിടെ ചമ്മിപ്പോയി. വണ്ടി അവിടെ നിന്ന് തന്നെ കറങ്ങുന്നു. എവിടെ എത്തുന്നൊന്നും ഒരു പിടിയില്ല. ബാക്കിയെല്ലാം മാക്സിമം എല്ലാവരും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്ത് കളിക്കുന്നുണ്ട്. അനിയൻ്റെ 2 മക്കളും അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്നു. അത് അങ്ങനെ അല്പം ദൂരം ഒന്ന് കറങ്ങി തോന്നുന്നു. ഒരു ശകലം കറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് പോയില്ല. ഇതവിടെ കിടക്കുന്നു. അത് അവിടെ കിടന്ന് കറങ്ങണല്ലാതെ ഒരു രക്ഷയില്ല. പോകണു, ഞാൻ ഈ കൊന്നാൽ പോലും പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നയും അല്ലും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ കറങ്ങിയാണ്. അന്നയും അനോയും രണ്ടുപേരും നിന്ന് അതാ ഇടിച്ചു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാക്സിമം വീഡിയോകൾ അടുത്ത് വരുന്നതായിരിക്കും.